ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്ററായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് US-ഉം ചൈനയും തമ്മിലുള്ള താരിഫ് ഡിസ്കഷൻ ആരംഭിക്കുകയാണ്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് റിസൾട്ടാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്ററായിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. കമ്മോഡിറ്റികൾ, ഗോൾഡ് ഒഴികെ എല്ലാ കമ്മോഡിറ്റികളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. സിൽവറും കോപ്പറാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ റാലി ചെയ്തിട്ടുള്ളത്. ഇന്ന് എല്ലാ കമ്മോഡിറ്റികളും സ്ലൈറ്റ്ലി ബെറ്ററായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് ഫ്ലാറ്റ് ലെവലിലാണ്. $3,308 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ലോസ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ന്യൂസ് ലോസ് ഉള്ള സ്റ്റോക്കുകൾ റിലയൻസ് ഇൻഫ്ര, നൈബ് ലിമിറ്റഡ്, ഡി ഡെവലപ്മെൻറ്റ് എഞ്ചിനീയേഴ്സ്, ബജാജ് ഫിനാൻസ്, അതോടൊപ്പം തന്നെ NBFCകൾ, ഗോൾഡ് ലോൺ NBFCകളെ സംബന്ധിച്ച് RBI മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷൻ പോസിറ്റീവാണ്. ഓവറോൾ ബാങ്കിങ് സെക്ടറിലും NBFC സെക്ടറിനും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ്. ഒപ്പം നമ്മൾ ഓവറോൾ ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ 2.5 ലക്ഷം കോടി രൂപ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഓവറോൾ കോർപ്പറേറ്റ് ഇമ്പാക്റ്റും പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക, ഗ്ലോബൽ ഫാക്ടേഴ്സ് വാച്ച് ചെയ്യുക. ഒപ്പം അറ്റ് എവരി റൈസിൽ നല്ല പ്രോഫിറ്റുള്ള പൊസിഷനുകളിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നൊരു ഡിസിഷൻ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ മാർക്കറ്റ് താഴെ വരുമ്പോൾ നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുന്നത് നന്നായിരിക്കും. കോപ്പറും സിൽവറും ഒന്ന് വാച്ച് ചെയ്യേണ്ടത് നന്നായിരിക്കും. കാരണം ഈ 2 കമ്മോഡിറ്റികളും വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.